പ്രിയ സുജനുകളെ, സാദര നമസ്കാരം. ഈ കർക്കിടക മാസത്തിൽ രാമായണത്തിലെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ദശരഥ മഹാരാജാവിൻ്റെ ചെറിയ രണ്ടശ്രദ്ധ. രാമനെ പട്ടാഭിഷേകം നിശ്ചയിക്കുമ്പോൾ രണ്ടുപേരുടെ അസാന്നിധ്യം അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്തായിരുന്ന സമയത്തായിരുന്നു രാമന്റെ പട്ടാഭിഷേകം നിശ്ചയിച്ചത്. അതേസമയം ഭരതൻ നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നവും അവിടെ സംഭവിക്കില്ലായിരുന്നു. രണ്ടാമത് തിടുക്കത്തിൽ നിശ്ചയിച്ച ഒരു കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരാളെ വിളിക്കാൻ മറന്നുപോയി, കൈകേയിയുടെ അച്ഛനെ. ഇവിടെ നമുക്ക് പഠിക്കുവാനുള്ളത്, നാം തിരക്കിട്ട് തീരുമാനിക്കുന്ന ഏതൊരു വിഷയത്തിലും ചില അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ വളരെ ആലോചനയോടെ, വളരെ സമയത്തോടു കൂടി അങ്ങനെ ചിന്തിക്കുവാൻ നമ്മളോട് ദശരഥ മഹാരാജാവിൻ്റെ ഈ അനുഭവം പറയുന്നു. അതുപോലെ തനിക്ക് പ്രായമായി പോയി എന്നും തനിക്ക് ശേഷം തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ തൻ്റെ മകനായ രാമൻ ഉത്തമനാണെന്ന ബോധ്യം, മക്കളിൽ അച്ഛനുണ്ടാകുന്ന കോൺഫിഡൻസ്, അത് വളരെ പരമപ്രധാനമാണ്. അതായത്, എനിക്ക് 4 മക്കളുണ്ട്, അതിൽ മൂത്തവൻ രാമനാണ്. രാമനെ എന്നേക്കാൾ പ്രിയം ജനങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ എന്നേക്കാൾ ഏറെ രാമനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും സൽഗുണ സമ്പന്നന്മാരായ മക്കൾ, അച്ഛൻ്റെ പേരിൽ അറിയപ്പെടുന്ന മക്കളുണ്ട്, മക്കളുടെ പേരിൽ അറിയപ്പെടുന്ന അച്ഛനുണ്ട്. സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മക്കളുടെ പേരിൽ ഞങ്ങൾ അറിയപ്പെടണം. ഇന്നേ ആളുടെ അച്ഛനാണ്, ഇന്നേ ആളുടെ അമ്മയാണ്. അതിന് ചില കാര്യങ്ങൾ നമ്മൾ സമാജത്തിൽ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. രാമന്റെ വ്യക്തി ജീവിതം സമസ്ത ലോകത്തിനും മാതൃകയായിരുന്നു. രാമൻ സ്നേഹസ്വരൂപനായിരുന്നു. അതേസമയം ശത്രുക്കളോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കില്ലായിരുന്നു. അസ്ത്രശസ്ത്ര വിദ്യകളിലും വേദപഠനത്തിലും വളരെ മുൻപന്തിയിലായിരുന്നു. അങ്ങനെ സൽഗുണ സമ്പന്നനായിട്ടുള്ള ഈ ഒരു കൗമാരക്കാരനെ എല്ലാവരും സ്നേഹിച്ചു. അങ്ങനെയുള്ള തൻ്റെ മകനെക്കുറിച്ചോർത്ത് അഭിമാനിക്കുന്ന അച്ഛനാണ് വളരെ വേഗം തന്നെ മകനെ രാജാവാക്കുവാൻ തീരുമാനിക്കുന്നത്. ആ തീരുമാനം തിടുക്കത്തിലായി പോയി എന്നതുകൊണ്ടും ചെറിയ 2 അശ്രദ്ധ അദ്ദേഹത്തിന് പറ്റിയതുകൊണ്ടും അദ്ദേഹത്തിന് ഹൃദയം പൊട്ടി മരിക്കേണ്ടി വന്നു. മരണത്തിൻ്റെ കാരണം ശാപമാണെങ്കിൽ കൂടി അതിന് ഇടവരുത്തിയ സംഭവം ഈ അശ്രദ്ധയായിരുന്നു എന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊന്ന്, താപസനായ ആ താപസ ദമ്പതികളുടെ മകനെയാണ് അബദ്ധവശാൽ ദശരഥ മഹാരാജാവ് വർഷങ്ങൾക്ക് മുമ്പ് അമ്പെയ്ത് കൊല്ലുന്നത്. ആന വെള്ളം കുടിക്കുന്നതാണ് എന്ന ശബ്ദം ധരിച്ചുകൊണ്ട് അദ്ദേഹം അവിടത്തേക്ക് അമ്പെയ്യുകയും അത് കുടത്തിലേക്ക് വെള്ളം കയറുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമായിരുന്നു. താപസകുമാരൻ മരിക്കുന്നു. ഇതിനെ തുടർന്ന് ആ താപസകുമാരൻ്റെ വൃദ്ധ മാതാപിതാക്കൾ, താപസ ദമ്പതികൾ അഗ്നിയിൽ ചാടി മരിക്കുന്നു. അതിനു മുമ്പായിട്ട് ദശരഥനെ ശപിക്കുന്നു, പുത്രദുഃഖത്താൽ നീയും നീറി മരിക്കും. അപ്പൊ ശാപം ഫലിക്കുമോ? തീർച്ചയായിട്ടും. നിസ്സഹായരായ, നമ്മളോട് പ്രതികാരം ചെയ്യുവാൻ ശേഷിയില്ലാത്ത നാം നമ്മുടെ അഹങ്കാരവും അധർമ്മവും ആരോട് കാണിക്കുന്നുവോ അവരുടെ മനസ്സറിഞ്ഞ ശാപം നമ്മളെ തേടി വരും എന്ന കാര്യം ഉറപ്പാണ്. എല്ലാ ശാപങ്ങളും ഫലിക്കേണ്ടതില്ല. രാവണനെ രംഭയും ശപിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വേദവതിയും ശപിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ നീ അവരുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ നീ മരിച്ചു പോകും രാവണ എന്നതായിരുന്നു ശാപം. പക്ഷേ രംഭയെ മാനഭംഗം ചെയ്തതിനു ശേഷമാണ് വേദവതിയെ ബലാത്കാരം ചെയ്യുന്നത് രാവണൻ. എന്തുകൊണ്ട് ഫലിച്ചില്ല? കാരണം ശപിക്കുന്നവർക്ക് അതിൻ്റെ യോഗ്യത ഉണ്ടാകണം. ആരെങ്കിലും ശപിച്ചത് കൊണ്ട് ശാപം ഫലിക്കില്ല. മറിച്ച് ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ ശപിക്കുന്നതിൽ അർത്ഥമില്ല. ഒരുപാട് മഹർഷിമാരെ ശരീരം കാണിച്ച് മോഹിപ്പിച്ച് അവിടെ വഴിതെറ്റിച്ച സ്ത്രീയാണ് മേനക, രംഭ, തിലോത്തമ എന്നൊക്കെ പറയുന്ന ദേവസ്ത്രീകൾ. അതങ്ങനെ ഒരുപാട് ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കിയത് പോലും മേനകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകൾ ശപിക്കുന്നു എന്നുകൊണ്ട് അത് ഫലിക്കണമെന്ന് നിർബന്ധമില്ല. എന്ന് കരുതി അവരുടെ ശരീരത്തിൽ അവരുടെ സമ്മതമില്ലാതെ സ്പർശിക്കുവാൻ ഒരു പുരുഷനും അധികാരവുമില്ല. എന്നാൽ വേദവതി ഏറ്റവും ചാരിത്രവതിയായ സ്ത്രീയായിരുന്നു. അവൾ അങ്ങേയറ്റം ചാരിത്രത്തിന് മാനം കൽപ്പിച്ചിരുന്നു. അവിടെയാണ് ആ രാവണൻ ആ സൗന്ദര്യധാമത്തെ കണ്ട് മാനഭംഗം ചെയ്യുന്നത്. ആ ശാപമാണ് ഫലിക്കുന്നത്. ഇവിടെ
ദശരഥ മഹാരാജാവിനെ ശപിച്ചത് ഏറ്റവും നിസ്സഹായരായിട്ടുള്ള കണ്ണു കാണാത്ത താപസ ദമ്പതിമാരായിരുന്നു. എങ്കിൽ ആ താപസന്റെ ശാപം തീർച്ചയായിട്ടും ഫലിക്കും. ശാപം കൊടുക്കാതിരിക്കുക, അതിലേറെ ശാപം വാങ്ങാതിരിക്കുക. ഇത് രാമായണ മാസത്തിൽ നമ്മുടെ ഒരു പ്രതിജ്ഞയായിരിക്കണം. നന്മയുടെ ഒരു പ്രാർത്ഥന ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് ചെയ്താലും അതിന് ഫലമുണ്ടാകും. അതുകൊണ്ടാണ് അമേരിക്കയിൽ ജീവിക്കുന്ന കുട്ടിക്ക് വേണ്ടി നാം നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിക്കുന്നത്. അതിന് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് പറയുന്നത്. നന്മയുടെ ഒരു പ്രാർത്ഥന ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് ചെയ്താലും അത് തീർച്ചയായിട്ടും ഫലിക്കപ്പെടുന്നു. സുമാത്രാ ദ്വീപിലുണ്ടായ ചെറിയൊരു തരംഗം സുനാമിയായിട്ട് കേരളത്തിൽ ആഞ്ഞടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയാണ് ആ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നന്മയുടെ പ്രാർത്ഥനയും ശാപവുമെല്ലാം ഫലിക്കപ്പെടുന്നത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്ന് രാമായണ മാസം നമ്മെ പഠിപ്പിക്കുന്നു. ഏതൊരു കാര്യവും തിടുക്കത്തിൽ ചെയ്യുമ്പോൾ മറന്നുപോകുവാൻ സാധ്യതയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും വേണ്ടത്ര സമയമെടുത്തുകൊണ്ട് ചെയ്യുക, ശ്രദ്ധയോടുകൂടി ചെയ്യുക, പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് പ്രധാനപ്പെട്ട ആളുകളെ വിട്ടുപോകാതിരിക്കുക. അതെല്ലാം തന്നെ ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളായിട്ട് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.